കേരള സർവകലാശാലയിൽ സർക്കാരിന്റെ ഇടപെടലുകളെ അംഗീകരിക്കാതെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. രജിസ്ട്രാറായി KS അനിൽകുമാറിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC. അതേസമയം കനത്ത സുരക്ഷാ വലയത്തിൽ മോഹനൻ കുന്നുമ്മൽ വീണ്ടും സർവകലാശാലയിലെത്തി. SFI കടുത്ത പ്രതിഷേധമാണ് VCക്കെതിരെ ഉയർത്തിയത്. കേരള സർവകലാശാല പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ വിഷയത്തിൽ ഇടപെട്ടത്. എന്നാൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ചാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ മുമ്പോട്ടു പോകുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ലെന്ന നിലപാടിൽ തുടരുകയാണ് VC. ഇതിനിടെ VC വീണ്ടും സർവകലാശാലയിലെത്തി. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇത്തവണയും മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലെത്തിയത്. കഴിഞ്ഞ ദിവസം KS അനിൽകുമാർ അയച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടിനുള്ള ഫയൽ VC തിരിച്ചയച്ചു. പിന്നാലെ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ അപേക്ഷ അംഗീകരിച്ച് ഫണ്ട് VC പാസാക്കി. ഇന്ന് തന്നെ തുക കൈമാറാനും VC ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VCയുടെ നിർദ്ദേശം ലംഘിച്ച് അനിൽകുമാറിന് ഫയലുകൾ നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് മോഹനൻ കുന്നുമ്മൽ. സർവകലാശാലയിലെത്തിയ VCക്കെതിരെ വലിയ പ്രതിഷേധമാണ് SFI സംഘടിപ്പിച്ചത്. പ്രകടനമായി സർവകലാശാലയിലെത്തിയ SFI പ്രവർത്തകർ പുറത്തിറങ്ങിയ VCയുടെ വാഹനം തടഞ്ഞു. കനത്ത പോലീസ് സുരക്ഷയിൽ മറ്റൊരു വഴിയിലൂടെ VCയെ പോലീസ് സർവകലാശാലയ്ക്ക് പുറത്തെത്തിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.